എല്ലാവർക്കും നമസ്കാരം. സോളിനിൻ്റെ പുതിയ പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആനന്ദ്. ഞാൻ അനു. മനുഷ്യ മനഃശാസ്ത്രത്തിൽ താല്പര്യമുള്ള നമ്മളെപ്പോലുള്ളവർക്ക് വ്യക്തിബന്ധങ്ങൾ, അത് കുടുംബത്തിലായാലും സൗഹൃദത്തിലായാലും പ്രണയത്തിലായാലും എങ്ങനെ നിലനിർത്താം എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇന്ന് നമ്മൾ ബന്ധങ്ങൾ നിലനിർത്താനുള്ള വഴികളെക്കുറിച്ചും അത് നമ്മുടെ മനഃശാസ്ത്രത്തിൽ വരുത്തുന്ന മാറ്റങ്ങളെക്കുറിച്ചുമാണ് സംസാരിക്കാൻ പോകുന്നത്. അനു, മനുഷ്യർ സാമൂഹ്യ ജീവികളാണ്. നമുക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയില്ല. സ്നേഹവും പിന്തുണയും നൽകുന്ന ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും അർത്ഥവും നൽകുന്നു. എന്നാൽ നല്ല ബന്ധങ്ങൾ യാദൃച്ഛികമായി ഉണ്ടാവുന്നതല്ല. അവ നിലനിർത്താൻ പരിശ്രമം ആവശ്യമാണ്. തീർച്ചയായും ആനന്ദ്. നല്ല ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന ചില മാറ്റങ്ങളെ നമുക്ക് നോക്കാം. ഒന്നാമതായി, വൈകാരിക പിന്തുണ. പ്രതിസന്ധി ഘട്ടങ്ങളിൽ വൈകാരിക പിന്തുണ നൽകാൻ നല്ല ബന്ധങ്ങൾ സഹായിക്കുന്നു. ഇത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും സഹായിക്കും. അടുത്തത്, സന്തോഷവും സംതൃപ്തിയും. പ്രിയപ്പെട്ടവരുമായി സമയം ചെലവഴിക്കുന്നത് സന്തോഷവും സംതൃപ്തിയും നൽകുന്നു. ഇത് ജീവിതത്തെക്കുറിച്ച് നല്ല ചിന്തകൾ വളർത്തും. അടുത്തതായി, ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. നമ്മളെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നവരുടെ സാമീപ്യം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. അടുത്തതായി, സാമൂഹിക വികസനം. മറ്റുള്ളവരുമായി ഇടപഴകുന്നത് നമ്മുടെ സാമൂഹിക കഴിവുകൾ മെച്ചപ്പെടുത്താനും ലോകത്തെക്കുറിച്ച് പുതിയ കാഴ്ചപ്പാടുകളും നൽകുകയും ചെയ്യും. ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു. നല്ല ബന്ധങ്ങളുള്ള ആളുകൾക്ക് ശാരീരികവും മാനസികവുമായ ആരോഗ്യം മെച്ചപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പഠനങ്ങൾ പറയുന്നു. അപ്പോൾ അനു, നമ്മുടെ ബന്ധങ്ങൾ ദൃഢമാക്കാനും നിലനിർത്താനും മനഃശാസ്ത്രപരമായ ചില വഴികൾ പറഞ്ഞു തരാമോ? തീർച്ചയായും ആനന്ദ്. ചില പ്രധാനപ്പെട്ട വഴികൾ ഇതാണ്. സജീവമായി കേൾക്കുക, അതായത് ആക്റ്റീവ് ലിസണിങ്. പങ്കാളിയോടും സുഹൃത്തുക്കളോടും സംസാരിക്കുമ്പോൾ പൂർണ്ണ ശ്രദ്ധയോടെ കേൾക്കുക. അവരുടെ വികാരങ്ങളെയും വാക്കുകളെയും ബഹുമാനിക്കുക. അടുത്തതായി, ആശയവിനിമയം, കമ്മ്യൂണിക്കേഷൻ. തുറന്നതും സത്യസന്ധവുമായ ആശയവിനിമയം ബന്ധങ്ങളുടെ അടിസ്ഥാനമാണ്. നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും തുറന്ന് പ്രകടിപ്പിക്കാൻ മടിക്കരുത്. അടുത്തതായി, സഹാനുഭൂതി, എമ്പതി. മറ്റുള്ളവരുടെ വികാരങ്ങളെ മനസ്സിലാക്കാനും അവരുടെ കാഴ്ചപ്പാടുകളിലൂടെ കാര്യങ്ങളെ കാണാനും ശ്രമിക്കുക. അടുത്തതായി, ക്ഷമയും വിട്ടുവീഴ്ചയും. ബന്ധങ്ങളിൽ തെറ്റിദ്ധാരണകളും വഴക്കുകളും സാധാരണമാണ്. ക്ഷമയോടൊപ്പം വിട്ടുവീഴ്ചയോടെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പഠിക്കുക. അടുത്തതായി, വിശ്വാസം, ട്രസ്റ്റ്. അതായത് ബന്ധങ്ങളിൽ വിശ്വാസം അത്യന്താപേക്ഷിതമാണ്. സത്യസന്ധതയും വിശ്വസ്തതയും പുലർത്തുക. അടുത്തതായി, ക്വാളിറ്റി ടൈം കണ്ടെത്തുക. തിരക്കിനിടയിലും പ്രിയപ്പെട്ടവരുമായി അർത്ഥവത്തായ സമയം ചെലവാക്കുക. അത് ഒരുമിച്ചുള്ള ഒരു ചെറിയ നടത്തമാകാം, അല്ലെങ്കിൽ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതുമാകാം. അടുത്തതായി, അഭിനന്ദിക്കുക. മറ്റുള്ളവരുടെ നല്ല കാര്യങ്ങളെ അഭിനന്ദിക്കാനും അവരുടെ പ്രയത്നങ്ങളെ അംഗീകരിക്കാനും മടിക്കരുത്. അവസാനമായി, മാപ്പ് പറയാനും ക്ഷമിക്കാനും. തെറ്റുകൾ സംഭവിക്കുമ്പോൾ മാപ്പ് പറയാനും മറ്റുള്ളവരുടെ തെറ്റുകൾക്ക് ക്ഷമിക്കാനും തയ്യാറാവുക. ഈ വഴികളിലൂടെ ബന്ധങ്ങൾ നിലനിർത്താൻ ശ്രമിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ മനഃശാസ്ത്രത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നതിനും? നല്ല ബന്ധങ്ങൾ ഒരു വ്യക്തിയുടെ മനഃശാസ്ത്രത്തിൽ നിരവധി പോസിറ്റീവ് മാറ്റങ്ങൾ കൊണ്ടുവരും. ആദ്യമായി, മാനസികമായ സമ്മർദ്ദം കുറയ്ക്കുന്നു. സാമൂഹിക പിന്തുണ മാനസിക സമ്മർദ്ദത്തെ ലഘൂകരിക്കാൻ സഹായിക്കുന്നു. പ്രശ്നങ്ങളെ ഒറ്റയ്ക്ക് നേരിടുന്നതിനു പകരം പങ്കുവയ്ക്കാൻ ഒരാളുണ്ടെന്നറിയുന്നത് ആശ്വാസമാണ്. അടുത്തതായി, വൈകാരിക നിയന്ത്രണം. വൈകാരികമായി കൂടുതൽ പക്വത നേടാനും വികാരങ്ങളെ ഫലപ്രദമായി കൈകാര്യം ചെയ്യാനും നല്ല ബന്ധങ്ങൾ സഹായിക്കും. അടുത്തതായി, പോസിറ്റീവ് ചിന്താഗതി. സ്നേഹവും പിന്തുണയുമുള്ള ബന്ധങ്ങൾ ജീവിതത്തോട് കൂടുതൽ ശുഭാപ്തി വിശ്വാസം നൽകുന്നു. അടുത്തതായി, ആത്മവിശ്വാസം വർദ്ധിക്കുന്നു. മറ്റുള്ളവരുമായി നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കുന്നത് നമ്മുടെ സാമൂഹിക കഴിവുകളെയും ആത്മവിശ്വാസത്തെയും വർദ്ധിപ്പിക്കും. അടുത്തതായി, ഒറ്റപ്പെടൽ കുറയുന്നു. സാമൂഹിക ഒറ്റപ്പെടൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒരു പ്രധാന കാരണമാണ്. നല്ല ബന്ധങ്ങൾ ഒറ്റപ്പെടൽ എന്ന വികാരം ഇല്ലാതാക്കുന്നു. അടുത്തതായി, സന്തോഷവും സംതൃപ്തിയും വർദ്ധിക്കുന്നു. സ്നേഹവും പരസ്പര ബഹുമാനമുള്ള ബന്ധങ്ങൾ ഒരു വ്യക്തിക്ക് ആഴത്തിലുള്ള സന്തോഷവും ജീവിതത്തിൽ സംതൃപ്തിയും നൽകുന്നു. അനു, ബന്ധങ്ങളിലെ വെല്ലുവിളികളെ നേരിടാനും നമ്മുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കുന്ന സോളിനെ കുറിച്ച് ഒന്ന് പറയാമോ? തീർച്ചയായും ആനന്ദ്.
സോളിൻ ആപ്പ് അത്തരത്തിലുള്ളൊരു മികച്ച വെൽനസ് ആപ്ലിക്കേഷനാണ്. ഇത് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ ഒരുപാട് പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്നു. ആദ്യമായി മൈൻഡ്ഫുൾനെസ് കോഴ്സുകൾ. ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സമ്മർദ്ദം കുറയ്ക്കാനും മനസ്സിന് ശാന്തത നൽകാനും സഹായിക്കുന്ന മൈൻഡ്ഫുൾനെസ് കോഴ്സുകൾ ഇതിൽ ലഭ്യമാണ്. ഇത് ഓരോ നിമിഷത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ആശയവിനിമയം മെച്ചപ്പെടുത്താനും സഹായിക്കും. അടുത്തതായി സ്ട്രെസ് ഫ്രീ ജീവിതം. ചിട്ടയായ പരിശീലനങ്ങളിലൂടെ നിങ്ങൾക്ക് സമ്മർദ്ദരഹിതമായ ഒരു ജീവിതം നയിക്കാൻ ഈ ആപ്പ് സഹായിക്കും. സമ്മർദ്ദം കുറയ്ക്കുന്നത് ബന്ധങ്ങളിലെ പ്രശ്നങ്ങളെയും കൂടുതൽ വ്യക്തതയോടെ കാണാനും പരിഹരിക്കാനും സഹായിക്കും. അടുത്തതായി ഗൈഡഡ് മെഡിറ്റേഷൻ. വിദഗ്ധർ നയിക്കുന്ന ഗൈഡഡ് മെഡിറ്റേഷനുകൾ നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാനും വികാരങ്ങളെ നിയന്ത്രിക്കാനും സഹായിക്കും. ഇത് നിങ്ങൾക്ക് ആന്തരിക സമാധാനം നൽകുകയും ബന്ധങ്ങളിൽ നല്ല രീതിയിൽ ഇടപെടാൻ സഹായിക്കുകയും ചെയ്യും. അടുത്തതായി വ്യക്തിഗത പരിശീലനം. നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള വ്യക്തിഗത പരിശീലനങ്ങൾ ഇതിൽ ലഭ്യമാണ്. ഇത് ബന്ധങ്ങളിലെ പ്രശ്നങ്ങളെ നേരിടാനുള്ള കഴിവുകൾ മെച്ചപ്പെടുത്താനും സഹായിക്കും. വളരെ പ്രയോജനകരമായ ഒരു ആപ്ലിക്കേഷനാണിത്. നമ്മുടെ ശ്രോതാക്കൾക്ക് അവരുടെ ജീവിതത്തിൽ നല്ല ബന്ധങ്ങൾ വളർത്താനും മാനസികാരോഗ്യം സംരക്ഷിക്കാനും ഇത് തീർച്ചയായും സഹായിക്കും. ഓർക്കുക, ബന്ധങ്ങൾ ഒരു മരം പോലെയാണ്. അതിനെ സ്നേഹത്തോടെയും ശ്രദ്ധയോടെയും പരിപാലിച്ചാൽ അത് തഴച്ചു വളരും, നിങ്ങൾക്ക് തണലും ഫലങ്ങളും നൽകും. നമ്മുടെ ഇന്നത്തെ ചർച്ച നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ബന്ധങ്ങളെയും സ്നേഹത്തോടെ ആത്മാർത്ഥത്തോടെയും നിലനിർത്താൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ഞങ്ങളുടെ പോഡ്കാസ്റ്റ് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. അടുത്ത ദിവസം പുതിയൊരു വിഷയവുമായി ഞങ്ങൾ വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.